എന്നെ സംബന്ധിച്ചാണ് എനിക്ക് ഇമ്മീഡിയറ്റ് കൺഫർമേഷൻ കിട്ടിയ ഒരു എന്താ ക്യാരക്ടറാണ് വിജയവാസ്. കാരണം ഞാൻ പൈസ ഇല്ലാതെ ഇങ്ങനെ ഭയങ്കര ഇങ്ങനെ ഇമ്മീഡിയറ്റ് ഒന്നും അത് UK ഫ്രൈഡേ ചെന്ന് കഥ പറയുന്നു. ഞാൻ ആകെ ചോദിച്ചാൽ അവിടെ ഇപ്പൊ ക്ലൈമറ്റ് എന്താണ് ഒരു മണിക്കൂറുള്ള ഇമ്മീഡിയറ്റ് കൺഫർമേഷൻ. അത്രയും കൺഫർമേഷൻ എനിക്ക് ആരും തന്നിട്ടില്ല. ഇമ്മീഡിയറ്റ്ലി പറഞ്ഞു ഓക്കെ നമ്മളിത് ചെയ്യുന്നു, ഞാനിത് ചെയ്യുന്നു. ഇമ്മീഡിയറ്റ് ഷെയ്ക്കാൻ തന്നു. കുറെ ആളോടൊപ്പം നിൽക്കുകയും ചെയ്യാം. അത് ഏറ്റവും ആദ്യം മുന്നേ പെയ്ഡ് ഹോൾഡേ എന്നുള്ള പറഞ്ഞു. അതാണ് അതിനകത്ത് ഏറ്റവും വലിയ പോയിന്റ് ആയിട്ട് എനിക്ക് തോന്നിയത്. ഒരു കുറെ നാളുകളായി കണ്ടിട്ടൊന്നും പോകും അല്ലേ, ഇടയ്ക്ക് എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുള്ളൂ. അതെ, അതിനാണ് ലാസ്റ്റ് കണ്ടല്ലേ. അതിനുശേഷം പുതിയൊരു സിനിമ നായകനായിട്ട് എത്തുകയാണ്. എന്ത് തോന്നുന്നു? വളരെ സന്തോഷവാനാണെന്ന് എനിക്കറിയാം. ഇത്തരമൊരു സബ്ജക്ട് കേട്ട് കഴിയുമ്പോൾ UK ഷൂട്ടിംഗ് നടത്താൻ പറഞ്ഞതല്ലേ, UK താങ്കളൊക്കെ ഇതിന്റെ ഭാഗമായി കുറെ നാളുകൾ ഓടി എന്നാണ് എനിക്ക് തോന്നുന്നത് ഈ സിനിമയ്ക്ക് വേണ്ടി അല്ലേ? അങ്ങനെയാണ് എനിക്ക് കുറെ ആളുകൾ സംസാരിച്ച് മനസ്സിലായത്. എന്ത് തോന്നുന്നു? വലിയ സന്തോഷം. കാരണം എൻ്റെ അടുത്ത് വിനോദ് ചേട്ടൻ 2020 തോന്നുന്നു സ്ക്രിപ്റ്റ് അയച്ചത്. അപ്പം ആദ്യം ഇതുപോലെ എന്നെ അയ്യപ്പനും കോശിയും കണ്ടിട്ടാണ് എന്നെ വിളിക്കുന്നത്. വിളിച്ച് ഞാൻ ആദ്യം എനിക്ക് സ്ക്രിപ്റ്റ് ഒന്ന് അയച്ചു തരുമെന്ന് പറഞ്ഞു. ഞാൻ സ്ക്രിപ്റ്റ് മൊത്തം വായിച്ചപ്പോൾ ഭയങ്കര രസമായിട്ടുള്ള തോന്നി. ഇതുവരെ നമ്മൾ കേൾക്കാത്ത ഒരു ഫ്രഷ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. ഈ പറയുന്ന പോലെ UK ഒരു നിയമവ്യവസ്ഥയിലൂടെ ഒരു ഫാമിലി സഞ്ചരിക്കുന്ന ഒരു പരിപാടിയാണ് സിനിമ സംസാരിക്കുന്നത്. അപ്പം അതെനിക്ക് ചെയ്യണം എന്ന ആഗ്രഹം, ഭയങ്കരമായിട്ട് ആഗ്രഹം തോന്നി. പിന്നെ വിനോദ് ചേട്ടനുമായിട്ട് ഭയങ്കര ഒരു ഫ്രണ്ട്ഷിപ്പ് ഈ തുടർ ചർച്ചകളിലുണ്ടായി. സിനിമയ്ക്ക് അപ്പുറത്തേക്കൊരു ബന്ധം വിനോദ് ചേട്ടനുമായിട്ടുണ്ടായി. അപ്പം ഓരോ സ്റ്റേജിലും പുള്ളിയുടെ കൂടെ പല സ്ട്രഗിൾ സ്റ്റേജിലും നിൽക്കാൻ പറ്റി. ചില പോയിന്റിലൊക്കെ നമ്മളിത് പിന്നെ എപ്പോഴെങ്കിലും ചെയ്താലോ എന്നൊക്കെ പറഞ്ഞ് മാറ്റി വെച്ചൊരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് വളരെ ഡീസൻ്റായിട്ട് നല്ല രീതിയിൽ ഇപ്പം ഒരു ഹീറോ ഓറിയൻറ്റഡ് അല്ലാണ്ട് ഒരു നല്ലൊരു സിനിമ ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹമായിരുന്നു വിനോദ് ചേട്ടൻ ഉണ്ടായിരുന്നത്. അപ്പം അത് കറക്റ്റായിട്ട് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്നു. ഈ അയ്യപ്പനും കോശിയും എന്നൊരു സിനിമയ്ക്ക് അപ്പുറത്തേക്ക് വന്ന മറ്റ് ക്യാരക്ടർ വെച്ചും എന്നും നമ്മൾ ഇഷ്ടപ്പെടുന്ന അയ്യപ്പനും കോശിയും തന്നെയാണ്, അതിനൊരു മാറ്റമില്ല. പിന്നീട് വരുന്ന സബ്ജക്റ്റുകൾ എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നത്? എങ്ങനെയാണ് പലത് പാളിച്ച വരാറുണ്ട്, എങ്ങനെയാണ് സെലക്ഷനിലേക്ക് പോകുന്നത്? സെലക്ഷനിലേക്ക് ഈ പറയുന്നത് പോലെ എനിക്ക് എന്തെങ്കിലും ചെയ്യാൻ അതായത് ഇപ്പോൾ ഒരു സീനാണെങ്കിൽ പോലും അതിനകത്ത് ആ സിനിമയിൽ എൻ്റെ ക്യാരക്ടർ പ്ലേ ചെയ്യുന്നതിന് എന്തെങ്കിലും ഇമ്പോർട്ടൻസ് ഉണ്ടോ എന്നാണ് ഞാൻ പ്രധാനമായിട്ടും നോക്കാറുള്ളത്. പിന്നെ ഈ പറയുന്ന പോലെ നമുക്ക് പെർഫോമൻസ് ഓറിയൻറ്റഡ് ആണോ, നല്ല ടീമാണോ, അത് നല്ല സിനിമയായിട്ട് പുറത്തു വരുമോ, ഇതൊക്കെ ശ്രദ്ധിക്കാറുണ്ട്. നമ്മുടെ ഒരു സീനാണെങ്കിൽ ഓക്കെ, നമുക്ക് പറ്റുന്നതാണെങ്കിൽ പ്രേക്ഷകരുടെ മനസ്സിലിരിക്കുന്നതാണെങ്കിൽ നമ്മൾ അതിനകത്ത് കൈ കൊടുക്കുന്നു അല്ലേ. അതിഥിയും അങ്ങനെ തന്നെയാണ്. എനിക്ക് അതിഥി കുറെ സിനിമകൾ അങ്ങനെയൊക്കെ സെലക്ട് ചെയ്ത് തന്നെയാണ് വരുന്നത്. യാത്ര അങ്ങനെ തന്നെയാണ് അല്ലേ? അങ്ങനെ യാത്ര എങ്ങനെയാന്ന് ചോദിച്ചാൽ നമുക്ക് വരുന്നതിലല്ല എടുക്കാൻ പറ്റും. വരുന്നതിൽ എനിക്കും കൂടി സമാധാനവും സന്തോഷം തോന്നുന്ന സിനിമകളാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇതുവരെ. അപ്പോൾ അങ്ങനെ തന്നെയാണ് ഞാനും പോകുന്നത്. നല്ലത് വരട്ടെ. നല്ലത് വരുന്നുണ്ടല്ലോ. ഞാൻ ചെയ്തതെല്ലാം എനിക്ക് വളരെ നല്ല പ്രൊജക്റ്റുകളായിരുന്നു. ഒന്നും അങ്ങനെ ഒരു മോശം സിനിമ അല്ലെങ്കിൽ മോശം ടീമിൽ പോയിട്ട് അങ്ങനെ ചെയ്യേണ്ടി വന്നിട്ടില്ല. എല്ലാം നല്ലത് തന്നെയായിരുന്നു. വളരെ കുറവാണെങ്കിലും എനിക്ക് വളരെ പേഴ്സണലി വളരെ സന്തോഷവും. നമുക്കൊരു സിനിമ കഴിഞ്ഞ് വീട്ടിലെത്തുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു സിനിമ ചെയ്തു അതിപ്പോൾ തിയേറ്ററിൽ ഹിറ്റാണെങ്കിലും അല്ലെങ്കിലും നമുക്കൊരു വർക്ക് ചെയ്തു, നമുക്കെല്ലാം അതൊരു പാഷനാണ്. എല്ലാവർക്കും എനിക്ക് പാഷനാണ്. അപ്പം അതിൻ്റെ ഒരു സന്തോഷം കൂടി ഞാൻ ഓരോ സിനിമയിൽ നിന്ന് ഞാൻ ആഗ്രഹിക്കാറുണ്ട്. അല്ലാതെ പുറമേക്ക് ഭയങ്കര സക്സസ്സും ഞാൻ ഉള്ളിൽ ഹാപ്പി അല്ലെങ്കിൽ പിന്നെ ഒന്നും കാര്യമില്ലല്ലോ. അപ്പോൾ ഞാൻ അതാണ് മെയിൻലി നോക്കുന്നത്. അപ്പോൾ എല്ലാം ചേർന്ന് വരുമ്പോൾ ഞാൻ വളരെ കുറഞ്ഞ സിനിമകളായിരിക്കും, പക്ഷെ ഞാൻ പേഴ്സണലി ഹാപ്പിയാണ്. അങ്ങനെ തന്നെ ഇപ്പോഴും തുടരുന്നു. ഇനിയും സിനിമകൾ അങ്ങനെ ചെയ്യുന്നു. ഈ വിജയ് ബാബു കൂട്ടുകെട്ടിൽ ഇതുവരെ എത്തിയില്ല അല്ലേ? ഇവരുടെ ഇപ്പോഴാണ് കൂട്ടുകെട്ട്. പ്രൊഡക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിലേക്ക് എത്തി നല്ല ടീമിന്റെ കൂടെ വർക്ക് ചെയ്യുന്നുള്ളത് ഞാൻ അത്ര ശ്രദ്ധിച്ചില്ല കേട്ടോ. അതുകൊണ്ടായിരിക്കും അല്ല, വിജയ് ചേട്ടൻ എനിക്ക് നല്ല ടീമാണ്. അപ്പൊ ഭാവിയിൽ വർക്ക് ചെയ്യാൻ പറ്റട്ടെ ആഗ്രഹം. ഇപ്പം എനിക്ക് തോന്നുന്നു ഈ വർഷം അടുത്ത വർഷമായിട്ട് എന്റെ അറിവിൽ 4 പ്രൊഡക്ഷൻ ഉണ്ട്. ഹലോ എന്റെ എനിക്ക് ഇതൊക്കെ ആലോചിച്ചാൽ കൈ മേടിച്ചോണ്ട് പൊക്കോണം. അല്ല, വിജയ് ബാബു എന്ന വ്യക്തിയുടെ അടുത്ത് ഞാൻ മറ്റൊരു കാര്യം പ്രധാനപ്പെട്ട ചോദിക്കുകയാണ്. പല ആക്ടേഴ്സും ഉണ്ട് ഞങ്ങൾ സിനിമയിലൂടെ വന്നു പോയിരിക്കും ഒത്തിരി പേരുണ്ട്. അന്നും ഇന്നും നമ്മളെ ഒന്നും മൈൻഡ് ചെയ്യുന്നില്ല, ചിലവർ മൈൻഡ് ചെയ്യുന്ന അങ്ങനെ ഒരു ഫീലൊക്കെ ഉണ്ടായിട്ടുണ്ടോ? ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. ചോദിക്കുന്നത് ഞാൻ ചാനലിലിരുന്നതിനും അതിന് ശേഷമുള്ള ലൈഫാണോ? തീർച്ചയായിട്ടും ഇല്ല, അങ്ങനെ ഒരു ഫീലിംഗ് ഉണ്ടായിട്ടില്ല. ബിക്കോസ് എനിക്ക് ഇപ്പോൾ ചാനലിലിരുന്നിട്ട് ഞാൻ ഐ വാസ് ഇൻ എ പൊസിഷൻ ഓഫ് പവർ അല്ലേ. അന്ന് സാറ്റലൈറ്റ് വാങ്ങിക്കലും എല്ലാവരുമായിട്ട് നല്ല ബന്ധങ്ങളാണ്. അതേ ബന്ധങ്ങൾ ഇപ്പോഴും തുടരുന്നുണ്ട് അതേപോലെ തന്നെ. ബിക്കോസ് നമ്മൾ ഇമ്മീഡിയറ്റ്ലി പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പം ആ ബന്ധങ്ങൾ ഇപ്പോഴും
തുടരുന്നുണ്ട്. ലൈക്ക് ജെന്യുവൻ ഫ്രണ്ട്സ് ഇപ്പോഴും അങ്ങനെ തന്നെ പോകുന്നു. അങ്ങനെ തന്നെ ഇപ്പൊ അതിഥിനെ ഇപ്പൊ നമ്മൾ കണ്ടു, ഈ സിനിമയിലാണ് നിങ്ങൾ കാണുന്നതും അല്ലെ? അല്ല, ഞങ്ങൾക്ക് അതിനു മുമ്പേ അലമാര തൊട്ടിട്ട് അഭിനയം ഈ സിനിമയിലൂടെയാണ്. അതെ. ഇത്തരം ആളുകളൊക്കെ ഇവരുടെയൊക്കെ അഭിനയം കണ്ടുകഴിയുമ്പോൾ ഒരു പ്രൊഡ്യൂസർ എന്ന നിലയിൽ ഒരു വിലയിരുത്തലുണ്ടാവും, ഒരു ലൊക്കേഷൻ വിലയിരുത്തലുണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. ഇത് നമുക്ക് അടുത്ത ഞാൻ കേട്ടിരുന്നു. ഇല്ല, ഞാൻ പറയല്ലേ, ഇത് അതിഥിയുടെയും അനുവിൻ്റെയും സിനിമയാണ്. ഇത് കംപ്ലീറ്റ്ലി ഞാൻ അനുവിനെ കുറിച്ച് ആദ്യം പറയാം. അനു എന്ന് പറയുന്ന ഒരു ആക്ടറിനെ മലയാള സിനിമ വേണ്ട രീതിയിൽ ഉപയോഗിച്ചിട്ടില്ല തീർച്ചയായിട്ടും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ബിക്കോസ് ഐ ഹവ് സീൻ ഹിസ് പെർഫോമൻസ് ദിസ് ഫിലിം. ഞാൻ ഈ സിനിമ കണ്ടതാണ്. അതേപോലെ തന്നെ അതിഥി ആസ് എൻ ആക്ട്രസ് എനിക്ക് എൻ്റെ മൈൻഡിലുള്ളത് തന്നെയാണ്. പല സിനിമകളുടെ കാസ്റ്റിംഗ് വരുമ്പോഴും അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടുണ്ട്, പക്ഷേ എന്തുകൊണ്ടോ നടന്നില്ല. ബട്ട് ഷി ഹാസ് ഡൺ എ ബ്രില്യൻ പെർഫോമൻസ്. ലൈക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു അവാർഡ് വിന്നിങ് പെർഫോമൻസാണ് അതിഥി ഇതിൽ നൽകിയിരിക്കുന്നത്. ഇതൊരു നല്ല കണ്ടന്റ് സിനിമയാണ്. നല്ല കണ്ടന്റ് സിനിമ. കഴിഞ്ഞ ഒരു മാസത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരുപാട് നല്ല കണ്ടന്റ് സിനിമകൾ, ഇവിടെ വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ മലയാളത്തിൽ വിജയിച്ചതോടൊപ്പം തന്നെ ഇപ്പോൾ ഈ അടുത്ത് ഇറങ്ങിയ നല്ല കണ്ടന്റ് സിനിമകൾ വിജയിക്കുന്നു എന്നുള്ളത് ബിഗ് ബെൻ പോലുള്ള സിനിമകൾക്ക് വളരെ ഒരു നല്ല കാര്യമാണ്. ഫോർ എക്സാമ്പിൾ ഇപ്പം ഗോളം നല്ല രീതിയിൽ പോകുന്നു, മന്ദാകിനി നല്ല രീതിയിൽ പോകുന്നു, ലിറ്റിൽ ഹാർട്ട്സ് പോകുന്നു. അങ്ങനെ നല്ല സ്മോൾ ക്യൂട്ട് മലയാള സിനിമകൾ എന്നും അറിയപ്പെട്ടിരുന്നത് നല്ല കണ്ടന്റ് ഉള്ള സിനിമകളിലാണ്. പിന്നെ ഈ അടുത്ത് നമ്മൾ പാൻ ഇന്ത്യ സിനിമകൾ മലയാളത്തിൽ നിന്നും ഉണ്ടാവുന്നു, ബിഗ് ബഡ്ജറ്റ് സിനിമകൾ. അതോടൊപ്പം തന്നെ അപ്പം നമുക്കൊരു പേടിയുണ്ടായിരുന്നു, ഇനി ഇതേ വിജയിക്കത്തുള്ളോ എന്ന്. ഇപ്പോൾ ഞാനെന്ന പ്രൊഡ്യൂസർ വീണ്ടും ഒന്ന് ആലോചിച്ചു, അയ്യോ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന രീതിയിലുള്ള കണ്ടന്റ് സിനിമകൾ ഇനി വർക്കാവുമോ എന്ന് പേടിച്ചിരിക്കുന്ന സമയത്താണ് ഇപ്പം ചെറിയ നല്ല സിനിമകൾ വിജയിക്കുന്നു. അത് ഇപ്പം ബിഗ് ബെൻ പോലൊരു സിനിമ ഇറങ്ങുമ്പോൾ ആ കോൺഫിഡൻസ് നമുക്ക് തരുന്നു. നല്ല സിനിമകളാണെങ്കിൽ തിയേറ്ററിൽ ആൾ കയറും എന്നുള്ളതിൻ്റെ ഒരു ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്ന പടങ്ങൾ കാണുമ്പോൾ അറിയാം. അപ്പോൾ ആ കോൺഫിഡൻസ് ആൻഡ് ഡെഫിനറ്റ്ലി ഒരു എക്സലൻറ്റ് കണ്ടൻറ്റാണ്. UK എന്ന രാജ്യം മലയാള സിനിമയിൽ ഇത്രയും അതിൻ്റെ ബ്യൂട്ടി എക്സ്പ്ലോർ വേറൊരു സിനിമയിലും ചെയ്തിട്ടുണ്ടാവില്ല എന്ന് ഞാൻ ഉറപ്പിച്ച് പറയാം. കാരണം ഇതുവരെ അത് ബിനോയും അല്ലെങ്കിൽ ഫുൾ ടീം UK ആയതുകൊണ്ടായിരിക്കാം വേറൊരു സിനിമയ്ക്കും കിട്ടാത്ത ലൊക്കേഷനുകളുടെ പെർമിഷൻ എടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതായത് വേറൊരു മലയാള സിനിമയിൽ അല്ലെങ്കിൽ ബോളിവുഡ് സിനിമകളിലായിരിക്കാം ചിലപ്പോൾ അങ്ങനെയുള്ള ലൊക്കേഷനുകൾ, ബിക്കോസ് ഇറ്റ്സ് വെരി എക്സ്പെൻസീവ് ടു ഗെറ്റ്. ഞാൻ തന്നെ സർപ്രൈസ് ആയിപ്പോയി. ചില ലൊക്കേഷനുകൾ ലൈക്ക് ലണ്ടനിലെ ഏറ്റവും ബിസിയസ്റ്റ് ലൊക്കേഷനുകളിൽ പോലും പെർമിഷൻ എടുത്ത് ഷൂട്ട് ചെയ്യാൻ ഈ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം UK ഇത്ര ഭംഗിയായിട്ട് എക്സ്പ്ലോർ ചെയ്തിട്ടുള്ള വേറൊരു മലയാള സിനിമ ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്ക് സംശയമുണ്ട്. അത് അവിടെ ഉള്ള ഒരു ജീവിതം ഞാനത് കാൽക്കുലേറ്റ് ചെയ്യും. നമ്മൾ ഇത് പോകുമ്പോൾ ഇതെങ്ങനെ മുതലാവുന്നത്, ഇത് ഇപ്പോൾ ഞാൻ ചോദിക്കുന്നത് എത്ര കോസ്റ്റ്, ഇതിന് ഇവിടെ എത്ര പെർമിഷൻ. അപ്പോൾ ഈ പെർമിഷൻ്റെ കോസ്റ്റൊക്കെ ഇട്ട് ഞെട്ടിയിട്ടുണ്ട്. ഞാൻ വെച്ചിട്ട് എങ്ങനെ മുതലാണ്. പക്ഷേ ആ സിനിമയുടെ ഫ്രെയിംസ് നമ്മൾ കാണുമ്പോൾ അത് ലൈക്ക് അത് സ്പെൻഡ് ചെയ്തതിൽ നന്നായി എന്ന് തോന്നുന്നു. സിനിമയ്ക്ക് വേണ്ട സ്ഥലങ്ങൾ തന്നെയാണ്. ആ വേണ്ട സ്ഥലങ്ങൾ അല്ലെങ്കിൽ നമ്മളൊരു രാജ്യത്ത് പോയി ഷൂട്ട് ചെയ്യാണ്. അപ്പോൾ അത് മാക്സിമം അത് എക്സ്പ്ലോർ ചെയ്യുക, ആ ലൈഫ് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ള. അവിടെ പോയിട്ട് ഇൻഡോർ ചെയ്തിട്ട് വല്ല കാര്യമുണ്ടോ? അവിടെ പോയി ഇൻഡോർ ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പോൾ അത് എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളത് അത് ബിനോവും ടീമും ഗംഭീരമായിട്ട് അത് എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ട്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അത്തരം ഒരു പെർമിഷനൊക്കെ അവിടെ ഒത്തിരി ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചിരുന്നു. എങ്ങനെയാണ്? പെർമിഷൻ അത്യാവശ്യമാണ്. പെർമിഷൻ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചോ? കുറച്ചധികം പേപ്പർ വർക്ക്സ് ഉണ്ട്, റിസ്ക് അസസ്മെന്റ്, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ കോവിഡ് റെഗുലേഷൻസ്, ഇങ്ങനെ കുറേ പേപ്പർ വർക്കുണ്ട്. അത് നല്ലൊരു ടാസ്ക്കാണ് ഇത്രയും പേപ്പർ വർക്ക് ഇന്ന് ചെയ്യാന്ന് പറഞ്ഞാൽ. അപ്പം അതെല്ലാം പെർഫെക്റ്റ് ആണെങ്കിൽ പെർമിഷൻ തരുന്നത്. ഈ അതിഥി ഇവർ രണ്ടുപേരും നായകൻ നായികയാകുന്നു. അത് ഈ സ്ക്രിപ്റ്റൊക്കെ കഴിഞ്ഞപ്പോൾ ഇവരിലേക്ക് തന്നെ എത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവുമല്ലോ. അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ 12th മാനിൽ ഞങ്ങൾ രണ്ടുപേരായിരുന്നു. അത് തന്നെയാണോ? അത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് അനുവിനെ ഞാൻ നേരത്തെ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അനുവിനെ നോട്ട് ചെയ്തത് എനിക്ക് തോന്നുന്നു സെവന്തര എന്ന മൂവി മുതൽ അനുവിനെ ഞാൻ വാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാനിതിൻ്റെ വർക്ക് നടത്തുന്നു. പിന്നെ അതിലേക്ക് എത്താൻ കാരണം അതിൻ്റെ ഷോർട്ട് ഫിലിം ഞാൻ കണ്ടു. സിനിമകളൊന്നും കണ്ടിട്ടില്ല. സിനിമകൾ കണ്ടിട്ടുണ്ട്, പക്ഷേ എനിക്ക് ആ ഷോർട്ട് ഫിലിമാണ് കണ്ട സിനിമയൊക്കെ. കാരണം ചില സിനിമകൾ റിലീസ് ആവാറുണ്ട്. എന്റെ നാരായണിക്ക് ഒരു ഷോർട്ട് ഫിലിം ഉണ്ടോ. അതിനകത്ത് എന്റെ സിനിമയ്ക്ക് ആവശ്യം എല്ലാ ഇമോഷൻസും ഓൾമോസ്റ്റ് കവേർഡാണ്. അപ്പം അത് അതിഥിക്ക് പെർഫോം ചെയ്യാൻ പറ്റുന്നത്. കാരണം ഇത് നന്നായി പെർഫോം ചെയ്യുന്ന ഒരു ക്യാരക്ടറാണ് ലവ്ലി എന്നുള്ളത്. അത് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പം ആ ഒരു പടം കണ്ടെനിക്ക് മനസ്സിലായി
ഈ കുട്ടിക്ക് ഇത് പറ്റും, അങ്ങനെയാണ് ഈ കുട്ടിയിലേക്ക് ഉണ്ടായത്. ഷോർട്ട് ഫിലിം ആണ് അപ്പം വഴിത്തിരിവുണ്ടാക്കിയ ഈ സിനിമയിലേക്ക്. ചെറിയ സിനിമകൾ അവിടെ UK റിലീസ് ആകാറില്ല, അപ്പം അതുകൊണ്ട് തന്നെ അദ്ദേഹം പറഞ്ഞ പോലെ പോസിബിലിറ്റി കുറവാണ് UK ഇപ്പോഴാണ് ചൂടെ വൈഡ് സിനിമകൾ വരുന്നത് അല്ലേ? എന്താ അതിൻ്റെ ഇടയ്ക്ക് അല്ല, ഞാൻ ആ കോവിഡ് സമയത്ത് ആരും സിനിമകൾ ഒന്നും ചെയ്യാതിരുന്ന സമയത്ത് ഞാൻ ചെയ്തിരുന്നു. അതാണ് എൻ്റെ നാരായണിക്ക് എന്ന് പറഞ്ഞ ഒരു ഷോർട്ട് ഫിലിം. അപ്പൊ അത് ഭയങ്കര നല്ല റീച്ചായ ഒരു ഷോർട്ട് ഫിലിം ആയിരുന്നു. ഒത്തിരി അത് മതിലുകളെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സംഭവം, അങ്ങനെ റീച്ചായ ഒരു സംഭവം. അപ്പൊ അതിൽ നിന്ന് വന്നുകൊണ്ട് ഭാഗ്യം ആ സമയത്ത് അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം ചെയ്തത് ഇപ്പോൾ നന്നായി തോന്നുന്നു. ഷോർട്ട് ഫിലിം ഇടയ്ക്കിടയ്ക്ക് ചെയ്തോ? ആ, നല്ലതാണ്. ഷോർട്ട് ഫിലിം എന്താണെങ്കിലും ഒരു പ്രൊഡക്റ്റ് അല്ലേ. ഇപ്പൊ എല്ലാവരും ഫോണിൽ ഓരോ സിനിമകളും കാണുന്ന കാലഘട്ടത്തിലേക്ക് ഏതാണെങ്കിലും നമുക്ക് കൊടുക്കാൻ പറ്റുന്ന നല്ല വർക്കാണെങ്കിൽ ചെയ്യാം. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ പറഞ്ഞൊരു പോയിന്റ് ആട്ടോ, വിജയ് ബാബു എന്ന് പറഞ്ഞ വ്യക്തി പറയുമ്പോൾ, വിജയേട്ടൻ പറയുമ്പോൾ വേണ്ട രീതിക്ക് ഉപയോഗിച്ചിട്ടില്ല എന്ന് സ്വയം തോന്നിയിട്ടില്ലേ മലയാള സിനിമ? എന്നെ വേണ്ട രീതിക്ക് ഉപയോഗിച്ചിട്ടില്ല അങ്ങനെ തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ നമുക്ക് ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ. ഇപ്പം ഞാൻ സിനിമയിൽ വരുന്നതിന് മുന്നേ വളരെ ചെറുതിലെ ലൊക്കേഷൻസും ഈ പറയുന്ന എല്ലാ ആൾക്കാരുമായിട്ടും പരിചയവും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ ഒരു തുടങ്ങിയ സമയത്ത് ഒരു ആവശ്യമില്ലാത്തൊരു പ്രതീക്ഷ ഉണ്ടാവും ആ ഒരു ഇമ്മെച്യൂർഡ് സമയത്ത്. അപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ഓക്കെ ഇത് ഭയങ്കര ഈസി ആവും എന്നല്ലെങ്കിൽ ഇത് ഭയങ്കര എളുപ്പമായിരിക്കും എന്നുള്ളൊരു ധാരണയിലൊക്കെയാണ് സത്യം പറഞ്ഞാൽ ആദ്യം തീവ്രമായി കഴിഞ്ഞ സമയത്തൊക്കെ നമ്മുടെ ഒരുപാട് സുഹൃത്തുക്കളുണ്ട്, അവരൊക്കെ സിനിമ ചെയ്യുന്നുണ്ട്, അപ്പോൾ അതിലേക്കൊക്കെ നമ്മൾ ഉൾപ്പെടും എന്നൊക്കെ ഒരു തെറ്റിദ്ധാരണ അന്നുണ്ടായിരുന്നു. പക്ഷേ അത് അവരെയും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഒരു സിനിമയ്ക്ക് ആവശ്യമായ ആൾക്കാരാണല്ലോ എപ്പോഴും നമുക്ക് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു രൂപം കൊണ്ടും മെച്യൂരിറ്റി കൊണ്ടും പരുവപ്പെട്ടിട്ടുണ്ടാവില്ലായിരിക്കും അന്ന്. അപ്പോൾ ഇപ്പോഴാണ് നല്ല നല്ല സത്യം പറഞ്ഞാൽ അയ്യപ്പനും കോശി എന്ന് പറയുന്ന സിനിമയ്ക്ക് ശേഷമാണ് ഒരു ഐഡൻറ്റിറ്റി എനിക്ക് കിട്ടുന്നത്. അതിന് മുന്നേ ഞാൻ ചെയ്ത ക്യാരക്ടേഴ്സ് എല്ലാവർക്കും അറിയാം, പക്ഷേ അത് ഞാനാ ചെയ്തതെന്ന് ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ അയ്യപ്പനും കോശിയിലും CPO സൂചിച്ചതിന് ശേഷം അനു എന്ന് പറയുന്ന ഒരു ആക്ടറിനെ എല്ലാവരും ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പം അത് ഭയങ്കര ഗുണമായിട്ടുണ്ട്. പിന്നെ അതിന് ശേഷമാണ് ഞാൻ കുറച്ചുകൂടെ ഞാൻ ആഗ്രഹിച്ച തരത്തിലുള്ള സ്ക്രിപ്റ്റുകളും സിനിമകളിലൊക്കെ ഭാവം നടന്നതും. അപ്പം ഇപ്പം ഉപയോഗിക്കപ്പെടുന്നുണ്ടെന്ന് തന്നെയാണ് നമ്മൾ സ്വയം വിശ്വസിച്ചിരിക്കുകയാണ്. നമുക്ക് പരാതികളൊന്നുമില്ല, അനുഭവങ്ങളൊന്നുമില്ല. അവരുടെ നഷ്ടം ഭയങ്കര സ്കോർ ചെയ്തു. അവരുടെ നഷ്ടമല്ല, എന്ത് ചെയ്യാൻ പറ്റും? നമ്മളിവിടെ ഉണ്ട്. പക്ഷെ ഈ കൂട്ടുകെട്ട് എന്ന് പറയുന്ന സാധനം നിലനിന്ന് പോണെങ്കിലും പാടാണ് സിനിമാ മേഖല. ആ ഗ്യാങ് ഒരു കൂട്ടുകെട്ട് വന്നില്ലല്ലോ എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ഒരു കൂട്ടുകെട്ട് സിനിമയ്ക്ക് അത്യാവശ്യമാണ് എന്ന ഒരു തിരിച്ചറിവുണ്ടായി. പക്ഷെ ആ കൂട്ടുകെട്ടിൽ പോകുമ്പോൾ നമുക്ക് സിനിമ കിട്ടാത്ത എന്തുകൊണ്ടാണ് ആ കൂട്ടുകെട്ട് അങ്ങനെയെന്ന് പിന്നീട് ചിന്തിച്ചോ? ആ കൂട്ടുകെട്ട് നമ്മൾ വിശ്വസിക്കുന്നു, പക്ഷെ പല സിനിമകൾ അവരെടുക്കും, പക്ഷെ നമ്മളെ ഉൾപ്പെടുത്തുന്നില്ല അവര്. അല്ല, അങ്ങനെ ഉൾപ്പെടുത്തുന്നില്ല എന്നല്ല. അപ്പം അതാ പറഞ്ഞത്, നമ്മളുടെ ഒരു ആവശ്യമില്ലാത്ത പ്രതീക്ഷയാണല്ലോ അത്. അപ്പോൾ ചിലപ്പോൾ സിനിമ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചിലപ്പോൾ ഓക്കെ ഞാൻ ചെയ്യുന്നതിനേക്കാൾ നന്നായിട്ട് ഇപ്പോൾ ചെയ്ത ആക്ടർ ചെയ്തിട്ടുണ്ടല്ലോ. അപ്പം അങ്ങനത്തെ വിഷമങ്ങളൊന്നുമില്ല. ഞാൻ പറഞ്ഞത് ഇപ്പോൾ ഈ ടീം കണ്ടല്ലോ, ഇതിപ്പോൾ ഞങ്ങൾ ചിലപ്പോൾ ഇനി അടുത്ത പടങ്ങൾ ചെയ്യുമായിരിക്കും. അപ്പോൾ അങ്ങനെയാണല്ലോ നമ്മൾ ഓരോ സിനിമ കഴിയുന്നതോറും വലിയ ഫ്രണ്ട് സർക്കിൾസ് ഉണ്ടാവും, സൗഹൃദങ്ങളുണ്ടാവും, നല്ല നല്ല ചർച്ചകളുണ്ടാവും. അപ്പം അതെന്നൊക്കെ തന്നെയാണ് അടുത്ത സിനിമകളിലേക്ക്. സിനിമയിൽ നമ്മൾക്കൊരു സിനിമ കരാറ് വരെ ഉറപ്പിച്ചതിന് ശേഷം വേണ്ട എന്ന് വെച്ച ചരിത്രമുണ്ട്? ഇല്ല, താങ്കൾ വേണ്ട? ഇല്ല. ഞാൻ കമ്മിറ്റ് ചെയ്ത പടങ്ങളെല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ അങ്ങനെ കമ്മിറ്റ് ചെയ്തതിന് ശേഷം വേണ്ടെന്ന് വെച്ചിട്ടില്ല ഇതുവരെ. അവരോ നമ്മളും വേണ്ടെന്ന് വെച്ചിട്ടില്ല? ഇല്ല. അത്തരം പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല? പ്രശ്നങ്ങളൊന്നും ഞാൻ ഫേസ് ചെയ്തിട്ടില്ല. നമ്മൾ എവിടെയെങ്കിലും ഒന്ന് കയറി പോകാന്ന് ഓർക്കുമ്പോൾ ഒരു റൂട്ടിലും അങ്ങ് എത്തുന്നില്ല കൂടി ഇട്ട് കൊടുത്തായിരുന്നല്ലോ. പക്ഷേ ഇത്തരം ഒരു കൂട്ടുകെട്ട് എന്നുള്ള കാര്യം മലയാള സിനിമയിലുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആ കൂട്ടുകെട്ടിൽ തുടർന്നും പടങ്ങൾ പോകുന്നുണ്ട്. പിന്നെ നല്ല സൗഹൃദങ്ങൾ, നല്ല സിനിമകൾ വരുള്ളൂ. കാരണം നമുക്ക് ഒരു ലൊക്കേഷനിൽ നമ്മൾ ഒരു സീൻ കമ്പോസ് ചെയ്യുമ്പോൾ പോലും ആ ഫ്രണ്ട്ഷിപ്പ് ഇല്ലെങ്കിൽ നമുക്ക് പല സാധനങ്ങളും ഒന്നുകൂടെ ഇംപ്രവൈസ് ചെയ്യാനോ അല്ലെങ്കിൽ നല്ല രസമായിട്ട് ചെയ്യാനോ ചിലപ്പോൾ പറ്റില്ല. അപ്പം വന്ന് കണ്ട് പരിചയപ്പെട്ട് കുറേ അപരിചിതത്തോടു കൂടെ ചെയ്യുന്നതിനേക്കാൾ എത്രയോ നല്ലതാണ് നല്ലൊരു സൗഹൃദം ഉണ്ടെങ്കിൽ. ഓരോ സീക്വൻസുകളും നമുക്ക് ചെയ്യാനും അത് രസമാക്കാനും പറ്റും. വിജയൻ ഇപ്പം തന്നെ മലയാള സിനിമയിൽ എനിക്കിപ്പോൾ മനസ്സിലാക്കി നേരത്തെ പറഞ്ഞു ചെറിയ ചെറിയ സിനിമകൾ അവിടെയും ഈ തിയേറ്ററുകൾ പല പ്രശ്നങ്ങളായി. എനിക്ക് പേഴ്സണലി എന്നെ വിളിച്ച് പറഞ്ഞ പ്രൊഡ്യൂസർമാരുണ്ട്. അത്തരമൊരു സംഭവം ഇപ്പോഴും തുടരുന്നുണ്ട് തിയേറ്ററുകാരുടെ. ഇപ്പം നമ്മുടെ ഒരു ചെറിയ സിനിമയാണല്ലേ, നമ്മുടെ ഒരു ചെറിയത് ഇത് വരുമ്പോൾ അത്ര ഒരു ഭയം, ഇതിലൊരു അഭിനയിക്കുന്ന ഒരു വ്യക്തിയെന്ന് മാറ്റി നിർത്തി പ്രൊഡ്യൂസർ എന്ന നിലയിലാണ് ചോദിക്കുന്നത്. ഈ തിയേറ്റർ ഇടുമ്പോൾ ഇത്ര ചെറിയ സിനിമകൾക്ക് വേണ്ട സ്പേസ് കൊടുക്കുന്നില്ല, അതിപ്പോഴും തുടരുകയാണ്. അതിനൊരു നിയന്ത്രണം ഉണ്ടാവുന്നില്ലല്ലോ? അത് എല്ലാ ഇൻഡസ്ട്രിയിലുള്ള പ്രോബ്ലമാണ്. ഇത് മലയാള സിനിമയിൽ മാത്രമൊന്നുമല്ല, ഏത് ഇൻഡസ്ട്രി പോയാലും ചെറിയ സിനിമകൾക്ക് അതിൻ്റേതായ പ്രോബ്ലംസ് ഉണ്ട്. ബിക്കോസ് ഇനിഷ്യലുകൾ കുറവായിരിക്കും. അപ്പം പിന്നെ നല്ല സിനിമകൾ വിജയിച്ച ചരിത്രമുണ്ട്. ഇപ്പം ജയ 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 ഹേ എന്ന് പറയുന്ന സിനിമ കൊച്ചു സിനിമയായിട്ട് ട്രീറ്റ് ചെയ്യോ, വലിയ സിനിമയായിട്ട് ട്രീറ്റ് ചെയ്യും. ഇവിടെ 50 ദിവസം തിയേറ്ററിൽ ഓടിയില്ല.
അപ്പം അങ്ങനെ നല്ല സിനിമകൾ അവരിപ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം മിക്കവാറും ഐ മീൻ കുറേ ബിഗ് ബഡ്ജറ്റ് സിനിമകൾ ചെയ്തിട്ടുണ്ടെങ്കിലും മങ്കിപ്പൻ തൊട്ടിട്ട് അടികപ്പേരെ കൂട്ടുമണി തൊട്ടിട്ട് ഇങ്ങോട്ട് ഹോം വരെയുള്ള സിനിമകളെല്ലാം ചെറിയ കണ്ടന്റ് സിനിമകളാണ്. അതൊക്കെ പല രീതിയിൽ ജനങ്ങൾ കണ്ടുല്ലോ. അപ്പോൾ അതേപോലെ തന്നെ തിയേറ്ററിൻ്റെ ഇഷ്യൂ എന്ന് പറയുന്ന എല്ലാ ഇൻഡസ്ട്രിയിലും ഉണ്ട്. അത് അവർ നമ്മളൊരു കൊച്ചു ഇൻഡസ്ട്രി ആണെങ്കിലും നമ്പർ ഓഫ് ഫിലിംസ്, അതായത് 175 തൊട്ട് 200 വരെ സിനിമകൾ ഇറങ്ങുന്ന ഒരു സ്ഥലമാണ് കേരളം. അത് ഇൻഡസ്ട്രി നമ്മുടെ ടോട്ടൽ പോപ്പുലേഷൻ വെച്ച് നോക്കുമ്പോൾ വളരെ കൂടുതലാണ്. തമിഴിലും തെലുങ്കിലും 200-225 ഉണ്ട്. അപ്പം ഞാൻ പല ഇൻ്റർവ്യൂവിലും പറഞ്ഞിട്ട് 52 ആഴ്ചയാണ് നമുക്കുള്ളത് അല്ലേ. അതിൽ മഴ കഴിയണം, പിന്നെ സ്കൂൾ റീ ഓപ്പണിംഗ് ടൈം, പിന്നെ പാൻ ഇന്ത്യൻ സിനിമകളുടെ സമയം. ഇപ്പം വിജയ്, അജിത്ത്, രജനീകാന്ത് മുതൽ പ്രഭാസ് തൊട്ട് ഇപ്പോൾ പാൻ ഇന്ത്യൻ ആർട്ടിസ്റ്റുകൾ കൂടി വരുന്നു. അപ്പോൾ അവരുടെ സിനിമകൾ വരുന്ന, അല്ലെങ്കിൽ ബിഗ് ബഡ്ജറ്റ്, ബിഗ് പാൻ ഇന്ത്യൻ, പാൻ സൗത്ത് സിനിമകൾ വരുന്ന ആഴ്ചകൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒരു 30 ആഴ്ചയാണ് മലയാള സിനിമകൾ കിട്ടുന്നത്. ഈ 30 ആഴ്ചയിൽ 175 പടങ്ങൾ ഇറങ്ങാനുണ്ട്. അപ്പം ഇറ്റ്സ് എ പ്രോബ്ലം ഓഫ് പ്ലെൻറ്റി. അങ്ങനെ വരുമ്പോൾ തിയേറ്ററും റണ്ണിങ്ങും ഒരു കോസ്റ്റ് ഉണ്ടല്ലോ. തിയേറ്റർ റണ്ണിങ് ഒരു കോസ്റ്റ് ഉണ്ട്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു സിനിമ ഹോൾഡ് ഓവർ ആയി കഴിഞ്ഞാൽ പിന്നെ ഇറ്റ്സ് ദെയർ ചോയ്സ് വെദർ ടു. അപ്പം നല്ല സിനിമകൾ ആൾ കയറി കഴിഞ്ഞാൽ അത് മാറ്റില്ല. പക്ഷേ ഞാൻ പലതും പറഞ്ഞിട്ടുണ്ട്, മലയാള സിനിമയെ പ്രയോറിറ്റി കൊടുക്കണം. അന്യഭാഷാ ചിത്രങ്ങൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മലയാള സിനിമകൾക്ക് പ്രയോറിറ്റി കൊടുക്കണം എന്ന് പല സെഷൻസിലും പറഞ്ഞിട്ട് ഇപ്പം അതിനൊരു സൊല്യൂഷനായി വരുന്നുമുണ്ട്. എല്ലാവരും മലയാള സിനിമകൾക്ക് പ്രയോറിറ്റി കൊടുക്കുന്നു. ഞാൻ പറഞ്ഞ അന്യഭാഷാ ചിത്രങ്ങൾ വമ്പൻ പാൻ ഇന്ത്യൻ, പാൻ സൗത്ത് സിനിമകൾ വന്നോട്ടെ. അല്ലാത്ത അൺഹേർഡ് ആയിട്ടുള്ള സിനിമകൾ അവിടുത്തെ ആർട്ടിസ്റ്റിനൊരു മാർക്കറ്റ് ഉണ്ടാക്കാൻ വേണ്ടി കേരളത്തിലെ തിയേറ്ററുകൾ കൊച്ചു സിനിമകൾ മാറ്റിവെച്ച് കൊടുക്കരുത് എന്നുള്ള അഭിപ്രായം മുമ്പും പറഞ്ഞിട്ടുണ്ട്. അത് അത്യാവശ്യമാണ്. അതിപ്പം അത് വരുന്നുണ്ട്. കണ്ടന്റ് സിനിമകൾ ഓടുന്നുണ്ട്. നല്ല സമയമാണ്. ഇപ്പോൾ ഒരുപാട് ബിഗ് സിനിമകളൊന്നും ഇല്ലാത്ത സമയമാണ് ജൂൺ, ജൂലൈ. ഇപ്പം അങ്ങനെ പണ്ടൊക്കെ നമ്മൾ ഈ സീസൺ എന്നൊക്കെ പറഞ്ഞിരുന്നു. ഇപ്പം അങ്ങനെ സീസണൊന്നുമില്ല. ഇപ്പോൾ സ്കൂൾ റീ ഓപ്പണിംഗ് ആണ്, ജൂണിൽ സിനിമ ഇറക്കരുതെന്ന് പണ്ട് പറഞ്ഞു. എത്ര സിനിമകൾ നന്നായിട്ട് ഓടുന്നു അല്ലേ. മാർച്ചിൽ പരീക്ഷയാണ്, സിനിമകൾ ഇറക്കരുതെന്ന് പറഞ്ഞു. മലയാള സിനിമയിലെ കഴിഞ്ഞ ഏറ്റവും വലിയ ഹിറ്റുകൾ ഉണ്ടായത് ഈ ഫെബ് എൻഡ് മാർച്ചിലാണ്. പ്രേമലുവും മഞ്ഞുമൽ ബോയ്സും ബ്രഹ്മയുഗവും പോലുള്ള സിനിമകൾ 3-4 സിനിമകൾ ഒരേ രീതിയിൽ പരീക്ഷാ സമയത്ത് ഓടി റെക്കോർഡ് കളക്ഷൻ ഉണ്ടാക്കി. അപ്പോൾ അങ്ങനെ ഒരു സീസണില്ല. അപ്പോൾ അങ്ങനെ ഒരു സമയം നോക്കി കറക്റ്റ് ആ 4 P's ഓഫ് മാർക്കറ്റിംഗ്, അത് പ്രോഡക്റ്റ്, പ്രൈസ് ആൻഡ് പ്രൊമോഷൻ എന്ന് പറയുന്ന പോലെ ആ കറക്റ്റ് സമയത്ത് ഇറക്കിയാൽ കുഴപ്പമുണ്ടാവില്ല എന്നാണ്. ഇപ്പം ബിഗ് ബെൻ ഇറങ്ങുന്ന സമയം എന്നെ സംബന്ധിച്ചിടത്തോളം ആസ് എ പ്രൊഡ്യൂസർ പറയുകയാണെങ്കിൽ വളരെ നല്ലൊരു സമയമാണ്. വലിയ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊന്നുമില്ല. സൈലൻ്റായിട്ട് പോയി 28-ന് ഇറങ്ങാം, തിയേറ്ററുകൾ അത്യാവശ്യം കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള സിനിമകൾ ഇഷ്ടപ്പെടുന്നവർ വരും. അപ്പോൾ ആ ഇറക്കുന്ന സമയം കൂടെ നോക്കിയാൽ ഈ പ്രശ്നം വരില്ല എന്നുള്ളതാണ് തോന്നുന്നത്. തീർച്ചയായിട്ടും. ഇപ്പം ഇനി പുതിയ കുറേ സിനിമകൾ വരുവരായപ്പോൾ ഏതാണ് ആദ്യത്തെ സിനിമ? പ്രൊഡക്ഷൻ പടക്കളം എന്ന് പറഞ്ഞ സിനിമയാണ്. അത് അനൗൺസ് ചെയ്ത സിനിമയാണ്. അത് ജൂലൈയിൽ തുടങ്ങും. കോളേജ് ബേസ്ഡ് സ്റ്റോറിയാണ്. വേറെ ഉണ്ടല്ലോ, ഉണ്ട് ആ ലിസ്റ്റുകളൊന്ന് കേൾക്കാൻ. ആട് 3-ന്റെ പ്രീ പ്രൊഡക്ഷൻ നടക്കുന്നു. കാലൻ്റെ തങ്കക്കുളം എന്ന് പറയുന്ന സിനിമ, ലാൽജു സാറിൻ്റെ സിനിമ. അങ്ങനെ കുറെ പിന്നെ ഉണ്ടല്ലോ പോലെ ഓർത്തിരിക്കണ്ട എല്ലാവരും. വേറൊരു കൂട്ടുകെട്ടും കൂടെ തുടങ്ങിയിട്ടുണ്ട്. വരുന്നുണ്ട് പറയാം അല്ലേ. അപ്പം സിനിമകൾ ഇങ്ങനെ ഓരോന്നായിട്ട് അങ്ങ് വരികയാണ്. ഈ ആട് 3 എന്നത്തേക്കെന്നുള്ളൊരു പ്ലാനിങ്ങിലേക്ക് വന്നിട്ടുണ്ടോ? അതിൻ്റെ സ്ക്രിപ്റ്റിങ്ങിലാണ്. സെക്കൻഡ് ഹാഫും കൂടെ തീർന്നു കഴിഞ്ഞാൽ ഏകദേശം ഈ വർഷം ഷൂട്ട് ചെയ്യും. ഈ വർഷം ഷൂട്ടിംഗ് തുടങ്ങും. അതാണ് ഒത്തിരി പ്രതീക്ഷ. അത് ഇച്ചിരി ബിഗ് ബഡ്ജറ്റാണ്, ഇച്ചിരി ഒരുപാട് വർക്കുകളാണ്. മഴ സമയത്തൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. വലിയൊരു സെറ്റും കാര്യങ്ങളും ഒക്കെ വേണ്ട സിനിമയാണ്. അപ്പം അതിൻ്റെ ഈ വർഷം ഷൂട്ട് ചെയ്യാൻ തന്നെയാണ് പ്ലാൻ. അങ്ങനെയാണ് ഡേറ്റ്സ് ലോക്ക് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അനൗൺസ് ചെയ്തത്. അപ്പോൾ ഇത്ര സിനിമകളുണ്ട്, ഞാൻ ഒന്നും കൂടെ ഓർമ്മപ്പെടുത്തിയാൽ ഫോൺ ചെയ്താൽ എടുക്കുന്ന ഒരാളാണ്, അല്ലെങ്കിൽ എടുത്തില്ലേ പിന്നെ തിരിച്ചു വിളിക്കുന്ന ആളാണ്. അത് മലയാള ഇൻഡസ്ട്രിയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇദ്ദേഹത്തെയാണ്. ഫോൺ വിളിച്ചാൽ എടുത്തില്ലേ തിരിച്ചു വിളിക്കും. അങ്ങനെ എടുക്കുന്നവർ ഒത്തിരി പേരുണ്ട്, ഇല്ലാന്ന് പറഞ്ഞില്ല.
ഇദ്ദേഹം തിരിച്ചു വിളിച്ചിരിക്കും. അല്ല, ഈ ഷൂട്ടിന് പിന്നെ വിജയനെ ഞാൻ പല സ്ഥലത്തും വെച്ച് കണ്ടിട്ടുണ്ടെന്നല്ലാതെ ഞങ്ങൾ അങ്ങനെ സംസാരിച്ചിട്ടില്ല. പക്ഷെ ലണ്ടനിൽ ചെന്നപ്പോഴാണ് നമ്മളെ ഒരു ചേട്ടൻ അവിടെ അല്ല, ഇതിനപ്പുറം ചില കഴിവുകളുണ്ട്. ഒരു നമ്പർ 1 കുക്കാണ്, നന്നായി കുക്ക് ചെയ്യും. ഞാൻ ഈ പെരിച്ചാഴിയുടെ ഇത് ചെയ്ത മൂവി അതിന്റെ ഇങ്ങനെ പ്രൊമോഷനാണ്. ലാലേട്ടനും വിജയ് ചേട്ടനും കുക്ക് ചെയ്തതൊക്കെ ഞാൻ ഇങ്ങനെ ഇന്റർവ്യൂ കണ്ടിട്ടുണ്ട്. അപ്പൊ നന്നായി കുക്ക് ചെയ്യുന്ന ലാലേട്ടനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ. അപ്പൊ UK നമ്മളിങ്ങനെ ഫ്രീ ടൈമില് ചേട്ടൻ ഇങ്ങനെ ഞങ്ങൾക്ക് കുക്ക് ചെയ്ത് തന്നു. നല്ല അവിടെ വെച്ചിട്ട് ഒരു പ്രോൺസിന്റെ കറി ഉണ്ടാക്കി തന്നു. എന്നിട്ട് ഞാൻ ലണ്ടനിൽ നിന്ന് തിരിച്ചിവിടെ എത്തിയിട്ട് വീട്ടിൽ വെറുതെ ഇരുന്നപ്പം ഞാൻ വിളിച്ചു. എനിക്ക് അതിന്റെ റെസിപ്പി മറന്നു. അപ്പൊ വിജയൻ ഏതോ വലിയ മീറ്റിംഗിൽ ഇരിക്കുകയാണ്. വിജയേട്ടാ മറ്റേ കൊഞ്ചറി ഒരു മിനിറ്റേടാ എന്ന് പറഞ്ഞിട്ട് ആ മീറ്റിംഗ് അവിടെ സൈഡ് വെച്ചേട്ടാ നീ അത് കുരുമുളക് കൃത്യമായിട്ട് ചെയ്തോ? ആ, അത് കറക്റ്റ് ആയിരുന്നു. ഞാൻ പറഞ്ഞത് അത്രയും നമുക്ക് വളരെ ഫ്രീ ആയിട്ട് വിളിക്കാൻ പറ്റും. നമ്മളെങ്ങനെയും ജീവിക്കും. അധികം ഐറ്റംസ് ഒന്നുമില്ല, പക്ഷെ ഭയങ്കര ടേസ്റ്റ് ആണ് ഉണ്ടാക്കുന്നത്. കൈപ്പുണ്യായിരിക്കും. കണ്ടുപഠിച്ചോ? പഠിച്ചോ? ഇനി എവിടെയും പഠിച്ചില്ല, ഒന്നും പഠിപ്പിച്ചില്ല അല്ലേ? അപ്പം എന്തായാലും ഈ സിനിമ സൂപ്പർ ഹിറ്റ് ആകട്ടെ. നമ്മളെല്ലാം പ്രതീക്ഷയില്ല. മലയാള സിനിമയുടെ നല്ല കാലഘട്ടത്തിലൂടെ പോകുന്ന യാത്രയാണ്. ജൂൺ 28 ബിഗ് ബെൻ വലിയ ബിഗായിട്ട് ആളുകൾ പ്രേക്ഷകർ ഏറ്റെടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. കൂടെ ഉണ്ടാകും. സിനിമന്റെ ഒരു സക്സസ് ഒക്കെ ആഘോഷിക്കാനുള്ള ഭാഗ്യവും നമുക്കുണ്ടാകട്ടെ. നാട്ടുകാർ എന്തൊക്കെയാ ഹൈദരാലിയെ കുറിച്ച് പറയുന്നത്? മനോഹരമായിട്ടൊരു ഇന്റർവ്യൂ പേടിപ്പിക്കുകയാണെന്നേ ആളുകൾ. കണ്ട, ഒരു കുഴപ്പമില്ല. എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ? ഒന്നുമില്ല, പ്രശ്നമില്ല. അതിന് പ്രശ്നമുണ്ടോ? ഇല്ല അല്ലേ? ഞങ്ങള് കുട്ടനാട് മാർപ്പാപ്പ എന്ന് തുടങ്ങിയാണ് യാത്ര. യാത്ര നമ്മളെല്ലാവരുമായിട്ട് അങ്ങനെയല്ല പോകുന്നത്. എന്താന്ന് ഇപ്പൊ അങ്ങനെയൊന്നും വേണ്ട ആളുകൾക്ക്. പക്ഷെ ആളുകൾ ഈ പോസിറ്റീവ് എടുത്താൽ കാണൂല. അതാണ് എന്റെ നമ്മുടെ പ്രശ്നം. നെഗറ്റീവ് ഉണ്ടെങ്കിൽ ആളുകളും നെഗറ്റീവ് ചോദിച്ചോ? ഓക്കെ, താങ്ക് യു. അല്ല, എന്തായാലും ഒത്തിരി സന്തോഷം. നമുക്ക് ഇതിന്റെ ഒരു ആഘോഷമൊക്കെ ലണ്ടനിലാക്കാതെ കേരളത്തിൽ തന്നെ ആഘോഷിക്കാനുള്ള ഭാഗ്യമുണ്ടാകും. ഒത്തിരി സന്തോഷം. 4 പേർ. താങ്ക് യു.